പോലീസ് റിവേഴ്സ് ഇങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ. ഹലോ സാറേ, ഇങ്ങനെ റിവേഴ്സ് എടുക്കാൻ പറ്റൂലല്ലോ. സംസാരിക്കാം, പ്രശ്നം. ഹലോ സാറേ, ഹലോ സംസാരിക്കാം. നമുക്ക് മാത്രം റൂൾസ്, ഓർക്ക് റൂൾസ് ഇല്ല. ഇതെന്ത്? സംസാരിക്കാം. നമ്മ അപ്പുറത്ത് ഇല്ല, അപ്പുറത്ത് കൂടെ കറങ്ങി വരണം. ഈ അപ്പുറത്ത് റോഡ് വെറുതെ അല്ലല്ലോ വെച്ചിനെ. സംസാരിക്കാം. കാശ് ഞാൻ തരാം, പുറത്തോട്ട് വരാൻ പറ്റുമോ? അതല്ല, അത് ഐബെക്സ് കൊടുത്തോളൂ. അപ്പൊ 1 month കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ ഓണർഷിപ്പ്. പുള്ളിയുടെ പേരിലേക്കാ വിളിച്ചേക്കുന്നേ. അപ്പൊ പുള്ളി ഉണ്ടല്ലോ, അപ്പൊ കൊടുത്താ ഞാൻ നാളെ പമ്പിൽ വരുമ്പത്തേക്കും കാശ് മതി സെറ്റാക്കി. ശരി. ഓക്കെ. അപ്പുറത്ത് കൂടെ കറങ്ങി വരണ്ടേ? നമ്മള് വണ്ടിയിലിടിച്ച് നിങ്ങൾ റിവേഴ്സ് വന്നിട്ട് റിയലി സോറി. പൈസ വേണല്ലോ. അവര് ബമ്പർ പോയാണ്ടാ എന്താ കണ്ടാ. അപ്പൊ ഇപ്പൊ നമ്മള് സോറി പറഞ്ഞ ഒന്നും ആവൂലേ? നമ്മള് ജയിലിട്ട് തൂക്കിക്കൊന്നേനെ. സാറി ലീവ് ചെയ്തോ. മാഡം പൈസ ഇതൊരു റൂൾ വരക്കല്ലേ? നേരെ വന്നിട്ട് റിവേഴ്സ് എടുക്കുന്നത് ഗിയർ മാറ്റാണ്ട് റിവേഴ്സ് വരൂലല്ലോ മാഡം. നിങ്ങളെ റൂൾസ് ഒക്കെ പറയുന്ന ആൾക്കാരല്ലേ മാഡം? നിങ്ങൾക്ക് ചെയ്യാലോ. അപ്പൊ അത് ആ രീതിയിൽ നമ്മളാണെങ്കിൽ ഇപ്പൊ നേരെ വന്നിട്ട് ജയിലിട്ട് തൂക്കിക്കൊന്നേ. നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. എന്നിട്ടാണ് മിനാ തന്നെ വെറുതെ ജയിലിട്ട്. ബൈ. ശരി. സ്വാഗതം സാറേ. ഒരു ആയിരോ? അല്ല മാഡം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് തരാം. അല്ല, കാശ് എന്നിട്ട് സംസാരിച്ചാ പോരെ? അതല്ല മര്യാദ. എന്താ പിന്നെന്ത് പെർമിഷൻ ഉള്ള? നിങ്ങൾക്ക് ID കാർഡ് മേടിച്ച് രാത്തോട്ട് കയറ്റിയുള്ള പെർമിഷൻ അല്ല. നിങ്ങൾക്ക് നെറ്റ്വർക്ക് എല്ലാം ഉണ്ടാവൂലേ? ഇല്ലീഗൽ അല്ലല്ലോ, ലീഗൽ അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാലോ എത്ര പൈസയാണ്. എന്റെ വണ്ടി, എനിക്ക് ടൈം ഉണ്ട്, എനിക്ക് പോണം. എന്റെ വണ്ടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാശ് തരണം, അത്രേ ഉള്ളൂ. കാശ് കൊടുക്കരുതെന്നാണ് നമ്മുടെ ഹയർ ഓഫീസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ കിടക്കുന്ന നിങ്ങളുടെ വണ്ടിയൊക്കെ ഇടിച്ച് നിർത്തിക്കട്ടെ? ഇവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ, നിങ്ങളുടെ പിടി വണ്ടീനൊക്കെ. എന്നിട്ട് ഞാൻ പറയട്ടെ, എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി. എന്റെ തറവാട്ടിൽ നിന്ന് അട്ടിക്കണക്കിന് കാശ് എടുത്ത് തരുമെന്ന് മാഡത്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ അല്ലല്ല പറഞ്ഞ മാഡം, ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി. എടാ മുച്ചിരി ചുമ്മാടാ, മാഡത്തിന്റെ അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ മാഡം? ഹയർ സീനിയേഴ്സിന്റെ ഓർഡേഴ്സ് ആണ്, എനിക്കത് പറയാനേ പറ്റുള്ളൂ. ഹയർ ഓഫീസറിനെ വിളിക്കേ, ഞാൻ സംസാരിക്കാം. നമ്മൾ സംസാരിക്കാം. നിങ്ങളെ എല്ലാരും വിളിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളെ. ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് പോയാൽ മതി സാർ. ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് പോവാനാ? എനിക്ക് സമയമുണ്ട് മാഡം. നിങ്ങളെ പോലെ ഞാൻ ഇവിടെ വെയിലത്ത് വെറുതെ ഇരിക്കുകയല്ല, എനിക്കൊരു പണിയുണ്ട്. നിങ്ങൾ നമ്മളെ വണ്ടി പിടിച്ചിട്ട് അതും പോരാ എനിക്ക് കേസ് കൊടുക്കാൻ പോകാമോ? മാഡം അല്ലേ പറഞ്ഞ, മറ്റേ സാറെ പറഞ്ഞോട്ട് ഞങ്ങൾ ഡീൽ ചെയ്യാന്ന്. മാഡം ഡീല് അല്ല, ഞാൻ ഫോഴ്സിൽ അടിച്ചിട്ടില്ല. എന്റെ വണ്ടിയിൽ എങ്ങനെ അടിച്ചാലും എനിക്ക് കാശ് വേണം, അത്രേ ഉള്ളൂ. നിങ്ങളെ മിസ്റ്റേക്കാ. നിങ്ങളാ വന്നിട്ട് റിവേഴ്സ് എടുത്തത്. അപ്പുറത്ത് കൂടെ യു ടേൺ എടുത്തിട്ടാ പറഞ്ഞത്. റോഡിന്റെ മിനിമം റൂൾ അത്. ഡയറക്റ്റ് കൊണ്ടുവന്ന് റിവേഴ്സ് ആണോ എടുക്കുന്നേ? ഇത് എവിടുത്തെ റൂള്? അല്ല സാർ, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് കണ്ട സാധനല്ലേ കണ്ണു മുന്നിലേ? അല്ല, ഇപ്പൊ നമ്മളെന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ ഇത് ഫയൽ എടുക്കറ്റാ? ഫയൽ ചെയ്തിട്ടുള്ള കട്ടിയാ? ഇല്ലല്ലോ. സാറേ ഞങ്ങളെ അതിന്റെ അകത്ത് കേട്ടല്ലോ സംസാരിച്ചു. ഇവിടെ സംസാരിക്കണേ അതന്നെ, ഇത് ഓപ്ഷൻ ഏരിയ ആണ്. എനിക്ക് പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ എന്തിനാ ഇടപെടുന്ന ഈ അതായത് ഞങ്ങള് പിടിയുടെ സിറ്റുവേഷൻ ആണിത്. നിങ്ങൾ എന്താ ഇന്റർഫിയർ ആണ്? എങ്ങനെ ആരെ ഏരിയയിലും ഇത് പീഡിയാട്രിക് സിറ്റുവേഷൻ നടന്ന് ആ മാഡം പറഞ്ഞു ഇത് ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. ആ സാറിനെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങള്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വെറുതെ അല്ലല്ല. എന്തിനാ ഇത്ര എന്താ സിറ്റുവേഷൻ ഇത്ര വൾഗറാക്കണേ? എടാ വന്നേടാ, അമ്മ കുണ്ണത്തോളം പറയാതായിരുന്നു. മിസ്റ്റർ പാവങ്ങളാ.
ഹലോ മേഡം പറയ്. നിങ്ങളുടെ വണ്ടി തട്ടിയെന്നുള്ള ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് പീഡിയിലോട്ട് തന്നാ മതി. ഞങ്ങളത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ശരിയാവോ ഈ വണ്ടിന്റെ ബമ്പർ? അല്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ചെറുതായിട്ട്? നിങ്ങൾ അങ്ങനെയല്ലോ ചെയ്യുന്നത്. ഞങ്ങള് നിങ്ങളുടെ വണ്ടിയിൽ പീടി വണ്ടി തട്ടേ മുട്ടേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോയാലും നിങ്ങളുടെ വണ്ടി തിരിച്ചിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എനിക്ക് ലെറ്റർ അയക്കോ? അല്ലെങ്കിൽ സാറേ എന്റെ വണ്ടി പീടി വണ്ടി കൊണ്ടു തരണം സ്റ്റേഷനിൽ എന്ന് സാർ ലെറ്റർ അയക്കണേ. നഷ്ടപരിഹാരം മതിയോ സാറിനപ്പോ? നഷ്ടപരിഹാരം മതി സാറേ. നഷ്ടപരിഹാരം മതി. ഇല്ലില്ല അല്ലല്ല സാറേ എത്രയാണ് നഷ്ടപരിഹാരം ചോദിച്ചു അത് വരും ആദ്യം. ബമ്പറിന് എത്രയാ? എത്ര കൂടാ നമുക്ക് എല്ലാം കൂടി ഒരു സീറോ ആവില്ലേ? മോഡിഫിക്കേഷൻ ചെയ്തോണ്ടില്ലേ? ആ ഒരു ഷിയാർ വരണാണ്ട് ഇവിടുന്ന് സാറേ നിങ്ങൾക്ക് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് അപ്പൊ നമ്മൾ ഇതിന് വണ്ടി അടിച്ചാലും സാറ് നിങ്ങളൊക്കെ ഡ്യൂട്ടി എടുത്തോ. നിങ്ങൾ ഓപ്ഷൻ ഡ്യൂട്ടി നോക്കിക്കോ. ഞാൻ സംസാരിക്കാം. സാർ മാഡം നന്നായിട്ട് ഡീൽ ചെയ്തു. മാഡം പറഞ്ഞ ഇപ്പൊ ഡീൽ ചെയ്ത് തരാന്ന്. എന്നിട്ട് മാഡം ഡീൽ ചെയ്തോ? സാറേ ഒരു വണ്ടി ഒന്ന് തട്ടി ഞങ്ങൾക്ക് അതിന്റെ നഷ്ടപരിഹാരം എനിക്ക് അങ്ങനല്ല. വണ്ടി തട്ടിയ എങ്ങനല്ല എങ്ങനെ അറിയോ? നേരെ പോയ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് നേരെ ബാക്കിലോട്ട് വരുന്നേ. അപ്പുറത്തേക്ക് പോകുന്ന വണ്ടി അപ്പുറം യൂ ടേൺ എടുത്തിട്ടല്ലേ വരണ്ടേ? ഇത് നേരെ റിവേഴ്സ് എടുത്തിട്ട് വന്നിനെ. വീഡിയോ എന്ന് പറയുമ്പോ എന്നും അങ്ങനല്ല സാറേ ഇവിടെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ചില്ലാൻ പറ്റൂലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? കാശ് വേണം. അത്ര കാശ് നമ്മൾ ചില്ല പോവാം. കാശ് ചില്ലായിക്കോളാം. സാറേ ഏത് തമ്പുരാ ഇറങ്ങി വന്നാലും ഞങ്ങൾക്ക് ടിക്കറ്റ് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. 5 മിനിറ്റ്സ് ഒന്നും പറ്റൂല. 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇങ്ങനെ ഇതാക്കുമ്പോ നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഒറ്റയ്ക്ക് കഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ നമ്മള് വണ്ടി അടിച്ചാൽ കഫ് ചെയ്യാൻ പാടില്ല. വണ്ടി അടിച്ചപ്പോ മിസ്റ്റേക്കാന്ന് പറഞ്ഞപ്പോഴാ വെറുതെ വിട്ടെ. ഹലോ ഹലോ സാർ ഞങ്ങള് വണ്ടി റിപ്പയർ ചെയ്തില്ല. വേണ്ട റിപ്പയർ വേണ്ട സാറേ. കാശ് എനിക്ക് വണ്ടി എന്റെ വണ്ടി ഞാൻ തോന്നിടത്ത് കൊണ്ട് റിപ്പയർ ചെയ്യാറില്ല സാറേ. റിപ്പയറിംഗ് ഉള്ള പൈസ തരാം. ഓക്കെ ഏതാ റിപ്പയറിംഗ് ഉള്ള പൈസ തരും. ഏതാ സാറേ? എന്റെ വണ്ടിയിൽ എവിടെ എങ്ങനെ റിപ്പയർ ചെയ്യണം ഞാൻ തീരുമാനിക്കണം സാറേ. ഏ സാധനം വെക്കണം റിപ്പയറിംഗിനുള്ള പൈസ എന്നാ പോരെ സാറേ? പോരാ. പിന്നെ എന്താ സാറേ എന്റെ വണ്ടിക്ക് ഞാൻ പറഞ്ഞ റേറ്റ് ആണ്. അതെന്താണ് സാറേ? അതെങ്ങനെയാണ് സാറേ? അതെങ്ങനെയാണ്? അല്ല അങ്ങനെയാണ്. എന്നാ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും പ്രശ്നമല്ല സാറേ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റാതല്ലോ അന്ന്. എന്നിട്ട് നിങ്ങൾ എന്നെ അന്നെ കഫ് ചെയ്ത കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റൂ? അല്ലല്ല നമ്മളെ നിങ്ങളെ റോങ് സൈഡ് ആയിട്ട് അത് നിങ്ങൾ ചോദിച്ചോക്ക്. വലിയ ആളോട് ചോദിച്ചോക്ക്. അറിയാലോ അന്ന് അന്നെ എന്നിട്ട് വെറുതെ വിട്ടിയാ ചോദിച്ചോക്ക്. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം സാറേ? നിങ്ങളെ വീടിന്റെ പേരല്ലോ ഞാൻ ചോദിക്കൂലോ പേര്. ഹലോ ഹലോ എന്റെ മാഡത്തിനെ ഈ പരിപാടി അറിഞ്ഞു തുടങ്ങി മാഡം അങ്ങനെ അങ്ങ് പറഞ്ഞ പോരെ? ആദ്യമേ മാഡത്തിന് ആദ്യമേ മാഡത്തിന് സാറേ ചില്ലാവ് സാറേ ചില്ലാവ് നിർത്ത് സാറേ. എവിടെ കയറി വരുന്നത്? വണ്ടി ഇടിച്ചതിന്റെ കാശ് ആദ്യമേ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് റോളായിരുന്നല്ലോ ഇവിടെ. സാറേ ആദ്യം മര്യാദയ്ക്കാ ചോദിച്ചേ. വണ്ടി ഇടിച്ചതിന് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണം. ഞങ്ങൾ പോവാം. ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചാളെ പോന്ന് പറഞ്ഞു. ഇത് നമ്മ നോക്കിക്കോളാം ഈ മാഡം പറഞ്ഞു. അതെങ്ങനെ അങ്ങനെ പോവാൻ പറയുന്നേ? അങ്ങനെ പറഞ്ഞത് ആ വണ്ടിയിൽ ഓക്സിജന്റെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരെ അത് വേറെ ഡ്രൈവറിനെ. ഹലോ ഹലോ ഒരു മിനിറ്റ്
ഹലോ ഒലയാടി മോനെ ഞാൻ വെറുതെ വിടാൻ പറ്റില്ല, ഇത് വെറുതെ വിടാൻ പറ്റില്ല. വാ, നമ്മള് വെറുതെ വന്നിട്ട് ഇടിച്ചിട്ട് ആളെ പോയിട്ട് വിട്ട് തന്തായത്. 2 ഓപ്ഷന്റെ കാര്യത്തിനായിട്ട് 2 സിറ്റിസൺസിനെ കൊണ്ട് കാറിൽ പോയി. ഓക്കെ, ആ ടൈമിൽ കാറിന്ന് റിവേഴ്സ് വന്നു, അറിയാതെ ഇവരുടെ വണ്ടിയിലൊന്നും തട്ടി. അത്ര വലിയ വണ്ടീനെ അറിയാതെ. ഓക്കെ, ഇല്ല പറയട്ടെ സാർ. സിറ്റുവേഷൻ പറഞ്ഞല്ലേ? ആ പറയ്. വേണ്ട 12 മണിക്കോ സെക്രട്ടറി സാർ ഇവിടെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒരു സിനാരിയോ ആണ്. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരിക്കണം സാർ. മേഡം പറയ്. നാളെ വരാം. മാം 1 മിനിറ്റ് സാറ്. ഓക്കെ, മേഡം വണ്ടി തട്ടി. ആ. നമുക്ക് ഭരത്സാറിന്റെ ഓർഡർ അനുസരിച്ച് ഇവർ ചോദിക്കുന്ന പോലെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ആ വണ്ടിയില് 2 ഓപ്ഷന്റെ ആൾക്കാർ ഇരിക്കും. ഭരത്സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സിറ്റുവേഷൻ പറയ്. ഇത് പറയ്, എന്താ നടന്നേ വണ്ടി പറയ്. തട്ടി പറയുന്നല്ലേ പറയുന്നേ, മുണ്ടാണ്ട് അതിന്റെ അടുത്ത് ഭരചന്ദ്ര സാറെന്നല്ലേ പറഞ്ഞ, അങ്ങനെ നമുക്കറിയാം. സാറ് പറയ്. ഇല്ല കുഴപ്പമില്ലല്ലോ. അല്ല എനിക്ക് കാശ് വേണ്ട. സാറേ പീടി വണ്ടിയുടെ ടയർ. ആ കാശ് വേണ്ട, എനിക്ക് കാശ് വേണ്ട സാറേ. ഓപ്ഷൻ നടക്കണ ഏരിയയില്. ആ കാശ് വേണ്ട സാറേ, കാശ് വേണ്ടെന്ന് പറഞ്ഞില്ലേ. മതി ഒലയാടി. കേറപ്പോ അതിന് നല്ലൊരു ഡബിൾ ഓപ്ഷൻ ആയിരുന്നു. ഇപ്പൊ ഒരു അയച്ച ചന്ദ്രന് ബേന് കിട്ടാനുണ്ട്. അല്ല, വണ്ടി എടുത്തിട്ട് കൊണ്ടിങ്ങ് ഇടിച്ചാ മതിയായിരുന്നു, ഫയർ ചെയ്യണ്ടായിരുന്നു. കാശ് വേണ്ടാവില്ല. ആ, എന്തായത് ഒരു ലൂപ്പിലാ പെട്ടെ. വന്നാ നമ്മക്ക് അടിക്കാട്ടാ. ഒരു ബാക്ക് ഇത് വന്നാ അടിക്കേ. പണി വിടാം. ഒരുമാതിരി കൊറേ നിയമങ്ങള്, ഒരുമാതിരി സത്യോ ഒരു ലോജിക് ഇല്ലാത്ത സംഭവം. അവരെ തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ. അവര് ചെയ്ത കാര്യം ഓറല്ലേ പോയി കമ്പനി ആൾക്കാർ. ഇത് ആടത്തെ ലോജിക്ക്. DJ പാർട്ടി മിക്സർ എനിക്ക് എന്റെ ആർപ്പി ഞാൻ ചെയ്യണ മിസ്റ്റർ എക്സ് അങ്ങനെ അവർക്കൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പറ്റാത്ത സീനാണ്. അത് എന്താ പറയണേ. വണ്ടി വിടെ ഇനിയിപ്പോ നമ്മ മഫ്തിയിൽ നടക്കണ്ടേ? മഫ്തിയില അല്ലെങ്കിൽ വലിച്ചം കയറ്റം മൂക്കിലങ്ങ് മറ്റൊന്ന് പന്നി പറ അടിച്ച വന്ന് പരി വെച്ചാ പന്നി പറ വാനിഫയർ കൊടുത്തിട്ട് പരി വെക്കാം. അല്ല അത് അവന് പീടി വണ്ടി ഫയർ ചെയ്തപ്പോ അവനെ കത്തി അവനങ്ങ് പൊളിഞ്ഞ കേട്ടാ. അല്ലല്ല അവന് പീടി വണ്ടി തൊട്ടപ്പോഴത്തേക്ക് അയ്യോ സാറേ വണ്ടി അടിച്ചു സാറേ അങ്ങ് നിലവിളി അവിടെ കിടന്നങ്ങ് നിലവിളി കൂട്ട ബഹളം. ഒരു കോർട്ടിൽ പോയിട്ട് കേസ് എടുക്കട്ടെ, എന്നിട്ട് ഒരു ഇതെടുക്കാൻ വരും. കേസ് എടുക്കാൻ പോട്ടെ. അവർ ബ്രോ സോറി കേട്ടോ. ഭരചന്ദ്രൻ ആണെന്ന് തോന്നുന്നു. അല്ല ആളൊരു കോരൻ. പരസാരം വിളിക്കട്ടെ. സ്പീക്കർ എത്ര 100 നമ്പര്? അമ്മ ഹലോ മിസ്റ്റർ ചന്ദ്രൻ. സാറേ മറ്റേ ഒരു ഫൈൻ്റെ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ വണ്ടി തട്ടി കോമ്പൻസേഷൻ ഞങ്ങൾ ചോദിച്ചായിരുന്നു. അത് വേണ്ടെന്ന് പറയാൻ വിളിച്ചു സാറേ. ഞങ്ങൾക്ക് അവിടെ ഒരു വണ്ടി ബേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനെതിരെ ഒരു വാണിംഗ് ഇതുണ്ടല്ലോ. സാറേ എന്താ ഇഷ്യൂ ചെയ്താലും ഞാൻ പറഞ്ഞേ, എന്റെ വണ്ടി ഇടിച്ചിട്ട് നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരാൻ വേണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നിരങ്ങാൻ വയ്യ എനിക്ക്. അതുകൊണ്ട് നിങ്ങളുടെ വണ്ടി അല്ല സാർ, എനിക്കതേ പറയുള്ളൂ. സാർ എന്ത് വാറണ്ട് ഇട്ടാലും എനിക്കതേ പറയാവുള്ളൂ, മനസ്സിലായില്ലേ? അല്ല സാർ, നിങ്ങളുടെ വണ്ടി ഒന്ന് ഞങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കയറി ഇറങ്ങണോ? നിങ്ങളുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു മിനിറ്റ് അങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. സാറിന് തെളിവുണ്ടെങ്കിൽ സാറിന് വന്ന് ഇവിടെ വന്ന് സംസാരിക്കാം. സാറേ കൂടെ കുറച്ച് മൊണ്ണ പോലീസിനെ പിടിച്ചേർത്തിട്ട് സാർ ഡയലോഗ് അടിക്കില്ല ആവശ്യമായിരുന്നു, മനസ്സിലായോ? മൊണ്ണ പോലീസ് ആയിരുന്നാലും എന്ത് പോലീസ് ആയിരുന്നാലും പിന്നെ
കുറച്ച് മൊന്ന പോലീസിനെ വെച്ചിട്ട് ആ പെണ്ണ് ഞാൻ മുട്ടൻ ചാറ. ഞാൻ ആദ്യം പോയിട്ട് ഉള്ള ആധാർ കാർഡ് കേൾക്കാൻ പോയപ്പോ ആ പെണ്ണ് ഒരുമാതിരി മുട്ട കൊണായിരുന്നു എന്നോട്. ചതുരു ഉണ്ടാക്കാം. നീ ഇപ്പൊ എന്താ വാണിംഗ് ഇട്ട് പീടിയിലോട്ട് ചെല്ലണോന്നോ? വയ്യ, അവനിക്ക് വാണിങ്ങിട്ടോണ്ട് വരട്ടെ. ഹലോ മോബി, ടി വിയിൽ എത്ര പേരുണ്ടാ ഇന്ന്? നമ്മ രണ്ടാറ് മതി. കേറാൻ പറയൊന്ന് പുറത്ത്. അല്ല പോലീസിന് പ്രശ്ന പീടി സിറ്റുവേഷൻ പറഞ്ഞുതരാം. അരിയ ഉണ്ടാ? ഞാൻ പോയിട്ട് വരാം ചന്ദ്രൻ, ഞാൻ പോയിട്ട് വരാം. ബൈ 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 ബൈ. കേറി 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 കേറി. ബൈ ബൈ. എന്നിട്ട് സാധനം ഏറുണ്ട്, വോയിസാനുണ്ട്, എൻ്റെ എയറിൽ ഡ്യൂറബിലിറ്റി ഉണ്ടാ. ഏമോ ഇല്ല, കേറി കേറി കേറി. ഏമോ ഇല്ല എൻ്റെ മറ്റേ 5 പോയിന്റ് തന്നെ. ചതുര 5 പോയിന്റാ അണ്ണി വിടാല. എന്താണ് ചന്ദ്ര? സാറേ ഞാൻ ഒരു കാര്യം സാറിൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ഞാൻ ആദ്യമേ സാറിൻ്റെ പറയാം. സാർ വാറണ്ട് ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെയ്തോ, അത് ആ രീതിയിൽ പോവും. നാളെ തൊട്ട് പീഡിയിൽ ഇനി ആ മറ്റേ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു മറ്റേ വാറണ്ട് ഇഷ്യൂവിന്റെ പേരിൽ പീഡിന് മറ്റേ സിറ്റിയിൽ കയറാതിരിക്കുകയും ലീവ് എടുക്കുകയും അവധിക്ക് പോവുകയും ചെയ്യണ പരിപാടിയാണെങ്കിൽ സാറേ ഈ സാറ് ഇതിന് നിൽക്കല്ലേ. നിങ്ങൾക്ക് അല്ല സാറേ, ഇത് മൾട്ടിപ്പിൾ പ്രാവശ്യം ഇങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറയണത്. എനിക്ക് ഒരു താല്പര്യമില്ല സാറിനും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചപ്പോ ഞാൻ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിന് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് വരാം. പക്ഷെ ഇതിന്റെ പേരില് നാളെ തൊട്ട് നിങ്ങൾ കേറാതിരിക്കല്ലേ സിറ്റിയിൽ, എനിക്ക് അതേ പറയുള്ളൂ. സാറേ അങ്ങനെ കേറാതിരിക്കത്തില്ല, ഡിഒജി ആയിരിക്കും ഇതിനകത്ത് ഇടപെടുന്നത്. ആരാ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടപെട്ടോ. ശരി എന്നാ ഓക്കെ. സാർ എന്താ പറയുള്ളത്? സാറ് വന്ന് വണ്ടി ഇടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞതാണല്ലോ ഇവിടെ ഇരിക്കുന്ന സിറ്റിസൺസ് ഉൾപ്പെടെ പറഞ്ഞത്. സിറ്റിസൺ പറഞ്ഞു സാറേ, അവിടെ വണ്ടി ഇടിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു ലേഡി ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, മാഡം ഞങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ ഈ സാറ് വണ്ടി ഇടിച്ചായിരുന്നു, കാശ് ഞങ്ങൾക്ക് വേണം, കോമ്പൻസേഷൻ വേണം. അന്നേരം ആ മാഡം ആ പീഡി വണ്ടിയെ പറഞ്ഞു വിട്ടു. എന്ന സിറ്റുവേഷൻ ഉള്ള വണ്ടിയായിരിക്കും ഒക്കെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ആ മാഡത്തിന് എന്ത് പറഞ്ഞു, മാഡം ഞങ്ങൾക്ക് കാശ് വേണം, അത് തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് ഇത് ചെയ്യണം. ഒരു വണ്ടി ശരിയാക്കാൻ എത്ര രൂപ ആവുമെന്ന് ആ മാഡത്തിന് എത്രയ്ക്ക് അറിഞ്ഞുകൂടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പീഡിയിലാണ് മാഡം ജോലി ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനെ വൾഗറാക്കി സംസാരിച്ച് അത്ര ഇതാക്കിയത് അവിടെ നിന്ന് ആ 2-3 പോലീസുകാരാ. എനിക്ക് അറിഞ്ഞൂടാ, അവര് പറഞ്ഞ് സംസാരിച്ച് അത് വൾഗറായി. എടാ ആ മാഡത്തിന്റെ ഡ്രസ് എന്താ? മാഡത്തിന് എനിക്കറിയാം, യൂണിഫോം ടീഷർട്ട് ആയിരുന്നു. ടീഷർട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ സിറ്റുവേഷൻ അത്രയും ട്രിഗർ ആക്കിയത് അവർ സംസാരിച്ച് അവർ വേണ്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ വന്ന് ചെയ്യും, ഇവിടെ വന്ന് ചെയ്യും, അങ്ങനെ പറഞ്ഞാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾക്ക് പൊളിച്ചിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞങ്ങളെ അകത്ത് ID കാർഡില്ലാതെ കയറ്റാത്തതിന് ഞങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുള്ളി ആ ഒരു രീതിയിലല്ല സംസാരിച്ചത്. അതിന് അവർക്ക് ഒരുപാട് ദേഷ്യമുള്ള കാണിച്ചാണ് ഞങ്ങൾ ചെയ്തത്. എനിക്കതേ പറയാനുള്ളൂ സാർ. ഓക്കെ സാറേ, പക്ഷെ ചെയ്തത് ഒഫൻസ് ആണ്. ഓക്കെ, പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഇല്ല സാറേ, സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് സാറേ. സംസാരിക്കുന്നതിന് പരിധി ഉണ്ടെങ്കിൽ അവരോട് വേണം അത് കംപ്ലൈന്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു നോർമൽ ഒരു പൗരന്റെ ലെവലിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ അത്ര പേഷ്യൻസ് ചന്ദ്രനുള്ളൂ സാറേ. സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള കോൺസിക്വൻസ് കൂടി ഓഫീസേഴ്സ് എന്തായാലും അതിനുള്ള സാധനങ്ങൾ അനുഭവിക്കും. ഓക്കെ, അതിൽ കാണിച്ചിട്ടുള്ള മിസ് ഹാൻഡിലിംഗ് അത് കൊടുക്കും. പക്ഷെ സാർ കാണിച്ചതിനുള്ള ശിക്ഷ സാറിന് കൂടെ ഓക്കെ. നമ്മളെ റെഡിയാണ്, വന്നടിക്കാൻ പറയും അവരോട്. എന്ത് പറഞ്ഞു ചന്ദ്ര? എന്ത് പറഞ്ഞു? ഹേമ കൊടുക്കണേ കുറച്ച്.
വരും പറഞ്ഞ വരട്ടെ, വേറെ ഡിഷൊക്കെ ചെയ്തിട്ട് വരട്ടെ. വരും 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 എന്ന് പറഞ്ഞത്. നമ്മ അവിടെ പോവാ. അങ്ങനെ വേണ്ട, അത് കോപ്പറേറ്റിംഗ് ആവൂലേ, നമുക്ക് ഇവിടെ നിക്കാം. ഹലോ ഹലോ. എടാ ഞാൻ ഗാംഗോസിന്റെ ആ ഒരു ബീച്ചിലുണ്ട്. റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് മറ്റേ നമ്മുടെ ബീച്ചില്ലേ? ചന്ദ്രു ഏമമാണ് നമുക്ക്. ഏമയാ? ഏത് ഏമ? ആ ഏമാണ്. 5 പോയിന്റ് കുറച്ച് തരോ? പൊടി വെക്കണ്ടേ? സാധനം വിട്. എത്ര വേണം? 500 എണ്ണം. ആ അത്രേ ഉള്ളു. ഹലോ അല്ലടാ, ഒരു സെക്കൻഡ്. ആ കിട്ടിയില്ല എനക്ക്. 400 കിട്ടിയില്ലേ? എടാ 400 കിട്ടിയില്ലടാ. ഡ്യൂറബിലിറ്റി 57. എടാ PD സിറ്റുവേഷൻ ഉണ്ട്, എല്ലാരും വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സിറ്റുവേഷൻ എന്ന്. ആടാ LX പലറ്റാണോ? ഞാൻ പറയാം. കേറാം LX എവിടാ? എല്ലാരെയും വിളിക്കാം. ആ മനസ്സിലായി. എല്ലാരെയും വിളിക്കാൻ LX അല്ലേ പോണ? LX നീ അതിന്റെ വിളിക്കാറാടാ. ഇല്ലടാ നമ്മുടെ ഗാംഗസിന്റെ അങ്ങോട്ടാ. ക്യാഷ് ഇതാണ്, ക്യാഷ് വൈറ്റ് ആണ്. ക്യാഷ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ബ്ലാക്ക് മണി ഉണ്ട്, അതെന്തോ ഉള്ളു. കേക്കടാ. അയ്യോ ഞാൻ ചന്ദ്ര പോയാ പറ്റി. അവിടെ ഒരു ചുവന്ന കളർ മുടി ഉണ്ടായിരുന്നു, ഒരുത്തോണ്ട് ലൈറ്റ് ഷെയ്ഡുള്ള ബർഗണ്ടി ഷെയ്ഡ്. എന്റെ പേരെന്തായിരുന്നു? ഒന്നുമില്ല. ഡ്യൂറബിലിറ്റി ഇല്ലാത്ത കുറെ ഗണ്ണുണ്ടല്ലോ വണ്ടിയില്. 0 ആർമർ എടുക്കുന്നുണ്ടേ. അജമനെ കണ്ടേ ആരാ പ്രശ്നം? അത് സംസാരിക്കണ്ട, നോക്കണ്ടത്. എടാ LX ഒന്നും മറ്റേ ബ്രിഡ്ജല്ലേ, കേരള ബ്രിഡ്ജല്ലേ LX? ആണോ? ഒരു ബോർഡ് താഴെ കിടക്കുന്നത്.
അപചാരിതമായി കണ്ടതാ. ഉണ്ട്. അപചാരിതമായി കണ്ട ബോഡി കൊടുത്തോ? Where are the body, bro? അതെ ചന്ദ്രന്റെ കണ്ണൊരു വിമാനം തന്നെ. എനിക്ക് ഭയങ്കര സൂക്ഷ്മ ദൃഷ്ടിയാ. ഞാനല്ലേ പിങ്ങി തന്നെ. നീ അങ്ങനെ ഇങ്ങനെ ചത്തേ? എടാ ഇച്ചിരി നായേ. എടാ ഇതിടല്ല കത്തിപ്പോവേ. ചാർജായി. ചന്ദ്രോ പോവാ വാ. ഓനെ കൂട്ടി പൂരം കൊടിയേറി മക്കളെ. BMS എക്സാക്ട് പനിയാവും. പിടിട്ടടാ. അങ്ങനെ വരുന്നുണ്ട് പറഞ്ഞിട്ട്. ഒന്നും വേണ്ട, പീടി ഇട്ടോളൂ. പീടിന്ന് വരത്തില്ലടാ. വരുമോ നോക്കട്ടെ. പിടി വരും 15 പേരില്ലേ? പീടി വരണമല്ലോ. എല്ലാരും താളാടെ. ഹലോ എവിടെയാ? ഹലോ എവിടാ ഞാൻ ഇവിടെ പലട്ടേക്കുന്ന പറടാ. പമ്പ് കിട്ടി പിന്നെ നമ്മളെല്ലാരും പമ്പ് എടുത്തേ. ശരി ഞാൻ ഒരു ചെറിയ സിറ്റുവേഷനിലായി അവിടെ. ശരി പീടിയായിട്ട് അവിടെ കണ്ടായിരുന്നു അവിടെ പീടി ഉണ്ടോ അവിടെ? എന്താ വൈബെന്താ അവിടത്തെ പീടിയുടെ? എന്തൊക്കെ കാണാൻ നിക്കണുണ്ടായിരുന്നു അന്തരം പോയപ്പോ. എല്ലാം പറഞ്ഞായിരുന്നാ? സംസാരിച്ചിടുന്നൊക്കെ എന്തൊക്കെയോ. മര്യാദയ്ക്ക് സംസാരിക്കാൻ വരേണ്ട തന്തയാ. ശരി എന്നാ. ഓക്കെ മോനെ കൂട്ടാ ലക്സു ഇതാ വന്ന്. അയ്യോ മിക്കവാറും ചാവും കേട്ടാ. എടാ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങള് ഓൾറെഡി ഒരു മടുപ്പ് പരിപാടി കാണിച്ചിരുന്നു. നമ്മൾ ഓപ്ഷൻ പോയ സമയത്ത് ഒരു ID കാർഡ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണിച്ചു. അന്നേരം ഞങ്ങൾക്ക് ചെറിയൊരു ബാഡായി. അതുകൊണ്ട് ഞാൻ കയറിയില്ല. അതുകൊണ്ട് ഞാൻ അകത്ത് വിളിക്കാൻ കയറിയില്ല. ഞാൻ ഓപ്ഷൻ കയറിയില്ല. ഞാൻ നമ്മുടെ പയ്യന്മാരോട്ടാണ് ഞാൻ എസ്പം വിളിപ്പിച്ചത്. എന്നിട്ട് പുറത്തിരിക്കുകയായിരുന്നു. അന്നേരം ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു PD വണ്ടി ഞങ്ങളുടെ വണ്ടിയിൽ മുട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ചെറിയൊരു ഇത് കടപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു സാറേ കോമ്പൻസേഷൻ വേണം വണ്ടി തട്ടിയുണ്ട് ഞങ്ങളുടെ ബമ്പറൊക്കെ ഇളകിപ്പോയെന്ന് പറഞ്ഞു. അന്നേരം അവിടെ നിന്ന് ഒരു ലേഡി ഓഫീസർ ഞങ്ങൾ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തുടങ്ങി. അതായത് സാറ് വന്ന് മറ്റേ സ്റ്റേഷനിലൊന്ന് പരാതിത നമ്മൾ കാശ് തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ ഈ കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ കിടക്കണോ അങ്ങനെ പറഞ്ഞ് സംസാരമായപ്പോഴത്തേക്കുണ്ടല്ലോ അവരങ്ങ് എന്താ പറയുക ഭയങ്കര മുണ്ടി പറച്ചിലായി. അവർ മനസ്സിലായ കാശ് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ ഹയർ ഓഫീസർ പറഞ്ഞ് കാശ് കൊടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മുണ്ടിയായി. അപ്പോഴത്തേക്കും ഞാൻ അവസാനം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PD വണ്ടി 2 ടയർ അടിച്ച് പൊട്ടിച്ച് വണ്ടിയിൽ മേടിച്ചിട്ട് ഞാൻ ഇങ്ങ് വന്നു. അപ്പൊ പറഞ്ഞ് അപ്പൊ അവര് ചിലപ്പോ വാറണ്ടി ഇഷ്യൂ ചെയ്തു, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിഷയം വരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ വരുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഞാൻ വിചാരിച്ചത് അടിയാവൂലായിരിക്കുമെന്ന്. കൗണ്ട് കൂടേണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് അടി പൊട്ടുമെന്ന്. ചോദിച്ചിട്ട് കൊടുക്കാം നമുക്ക് എന്തായാലും. ചോദിച്ചു വന്നല്ലേ? ഓക്കെ വേറൊന്നും കേട്ടില്ല. ഞാൻ പീടി എടുത്ത് ഇത്ര പറഞ്ഞല്ലോ സാറേ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് എടുക്കാം. ഇത് എടുക്കുവാണെങ്കിൽ നാളെ പീടി സിറ്റി കയറണം, അല്ലാണ്ട് പിണങ്ങി മറ്റേ അവധി എടുത്തൊന്നും പോവല്ലേ സാറേ. ഇനി ഞങ്ങളുടെ സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ സാർ സിറ്റുവേഷൻ എടുത്തോ തന്നെ പറഞ്ഞേ. നമുക്ക് ഈ ഗ്യാങ് അസറ്റ് ഗ്യാങ് വണ്ടിക്ക് എടുക്കണ്ടെന്ന് അങ്ങനെ എന്തല്ലേ റൂൾ എന്തോ? ഗ്യാങ് വണ്ടി പീടിയുടെ സിറ്റുവേഷൻ ഗ്യാങ് വണ്ടി എടുക്കാൻ പറ്റുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല മുന്നത്തെ ചന്ദ്രനാഥ് ഓർമ്മയില്ല ഇത് മറ്റേ ഗ്യാങ് വണ്ടി നമുക്ക് അല്ലാത്ത മീൻസ് നമുക്ക് അല്ലാത്തോണ്ട് എടുക്കാം.
ചന്ദ്രു ഞാൻ വണ്ടി വേണ്ട അന്ന് എന്തോ സീൻ അപ്പൊ നമുക്ക് ഗ്യാങ് വണ്ടി വേണം. നമുക്ക് അല്ലാത്ത നമ്മുടെ കസ്റ്റം വണ്ടി അല്ലാത്ത വണ്ടികൾ യൂസ് ആക്കാൻ പറ്റില്ല. യൂസ് ആക്കിയാലില്ലേ അന്ന് സസ്പെൻഷൻ കിട്ടി അങ്ങനല്ലേ അസറ്റ് യൂസ് ചെയ്ത അടിക്കാൻ വാ. സ്റ്റാർട്ടാവില്ലേ? Let's go. അരവനെ സുണ്ണ് അരവനെ വന്ന് നീലം 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 അങ്ങനെ എവിടെ വെച്ചാ കേറി വരട്ടെ. നീല ഇന്ന് തലസം വേണ്ടില്ല. ഒരു വാറ എന്തൊരു ലെഫ്റ്റ് പിടിച്ചോണേ. ലെഫ്റ്റ് പിടിച്ചോണേ. ലെഫ്റ്റ്. ആ ഇവിടെ നോക്കും കുഴപ്പമില്ല. ഇനി നേരം നോക്കോ. എന്താ റൈറ്റിലാ അവിടെ കത്ത്. എന്താ സീൻ അത്? അത് അറിഞ്ഞൂടാ. ആ റൈറ്റ് സൈഡില് അതുവഴി പോയി കഴിഞ്ഞാൽ കത്ത്. അവിടെ കത്തൽ ബ്ലോക്ക് വെച്ചിട്ടുണ്ടാവറ അതായിരിക്കും. നമ്മളോട്ട് കൊള്ളാം കേട്ടാ. സോറി ബ്രോ. യെസ് ഓക്കെ. സെയിം വണ്ടി അല്ലേ? അല്ല അവരെ മറ്റേ വണ്ടിയാ TVA ചന്ദ്രൻ കോൾ 2580. ആരാ? ഞാനാണ് ഫോൺ ഓഫ് ആടാ പറയാൻ പോലെ. ഹലോ സ്പീക്കറോ? ആ പറയൂ. നമ്മളെ പേര് മുച്ചിരി. ഞാനാണ് ആദ്യം വിളിക്കേണ്ടത്. എന്നാലേ കൺഫേം ചെയ്തിട്ട് അമ്മ കൊടുക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ. പറയൂ. ഹലോ നിങ്ങൾ ഇപ്പൊ എന്റെ പമ്പ് ഓപ്ഷൻ വിളിക്കുന്നില്ല? ഓപ്ഷൻ വിളിച്ചു, എസ് എം വിളിച്ചു. അല്ല, നിങ്ങളുടെ കാശ് വല്ലതും ബാക്കി എടുക്കാനുണ്ടാവോ കുറച്ച് റോൾ ചെയ്യാൻ? ഇല്ല ബ്രോ, ആക്ച്വലി ഇത് ഞാൻ കടമാച്ചൊരു കാശാണ്, അതുകൊണ്ട് കൊടുക്കണം. ഓക്കെ ശരി, ഞാൻ അനാവശ്യ കാര്യത്തെ വിളിക്കരുത്. അങ്ങനെയല്ല ചെയ്യണം, നമ്മൾ പ്രൊഫഷണൽ ആണ് കുറച്ച്. ഞാൻ നിന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് തിരിഞ്ഞെടുത്തിരിക്കണേ. ഉച്ചിരി ഹലോ ബോയ്സ്. ഹലോ കോച്ച്, വെൽക്കം വെൽക്കം വെൽക്കം. കേക്കാവോ? പോയവൻ ഞാൻ ഒരു സ്പോട്ട് ഉണ്ടോ? എവിടെ നീല? എവിടെ നീല? വീഡിയോ பார்த்தா വീഡിയോ വിക്ലാമാ? അത് കോച്ചിനടുത്ത് പറഞ്ഞു കൊടുക്ക്. ഒരു വീഡിയോ ഇപ്പൊ വേണം ബസ്സല്ല. അത് പിടി വരും, പിടി വാറണ്ടൊക്കെ ഇട്ട് വരും. അത് അതിന് മുന്നാടി പിടിയിൽ ഒരു 20 പേര് അവർ കേറ്റും കോച്ച്. അതുക്കപ്പുറം താൻ വരും. ഇപ്പൊ 17 നാൾ ഇരിക്കല്ലേ, അപ്പൊ അത് 20 ആക്കണം. അതാണ് പ്രശ്നം. മിനിമം വേണം ചന്ദ്ര.